നമസ്കാരം. നിയമസഭയിലെ തിരക്ക് കുറയ്ക്കാൻ ഇടപെടൽ നടത്തുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സഭയിലെ തിരക്കുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് മന്ത്രി ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സ്പീക്കറുടെ മറുപടി. ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ സർ, സഭ നല്ലതുപോലെ കൂടാൻ സാധിച്ചതിലേക്കുള്ള സന്തോഷം അങ്ങ് പ്രകടിപ്പിച്ചതിൽ ഞങ്ങൾ യോജിക്കുന്നു. സർ, അടുത്ത സമ്മേളനത്തിലെങ്കിലും കുറച്ച് ഈ വിസിറ്റേഴ്സിന്റെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങായിട്ട് ചെയ്യണം. പുതിയ MLA മാരടക്കം നാട്ടിൽ നിന്ന് വരുന്നവരെ എല്ലാവരെയും കൊണ്ടുവരാൻ സാധിക്കും. എനിക്കിന്നൊരു വോട്ടിങ്ങിന് എത്താൻ പറ്റിയില്ല സർ. ഓടി വരുന്ന കോറിഡോർ നിറച്ച് ആളുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വോട്ടിങ്ങിന്റെ ബെല്ലിന്റെ ഡ്യൂറേഷൻ കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയെന്നേ ഉള്ളൂ. സർ, അങ്ങ് സൂചിപ്പിച്ചത് നന്നായി. 10 കൊല്ലത്തിന് ശേഷം 22 മന്ത്രിമാരെ ഈ ട്രഷറി ബെഞ്ചിൽ കാണുന്നതിന് നമ്മൾ പ്രവർത്തകർക്ക് കിട്ടിയ ആദ്യത്തെ അവസരം എന്നുള്ള നിലയിൽ നമ്മുടെ വിസിറ്റേഴ്സ് കുറച്ച് കൂടുതലായിരുന്നു. ആര് വിചാരിച്ചാലും അത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ സ്പീക്കേഴ്സ് ഗാലറിയിൽ ഞാനൊരു ചെറിയ പ്രത്യേകത ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഡെസ്ക് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഡെസ്ക് അവിടെ തുടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ കാണാൻ വരുന്ന ആളുകളെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് ഒരു മഞ്ഞ പാസ് കൊടുത്ത് അതുവഴി കയറ്റുന്നതിന് വേണ്ടി അത്രയും സഹായമാണ് എനിക്ക് കൂടുതലായി ചെയ്യാനുണ്ടായിരുന്നത്. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ MLA മാർ, പ്രത്യേകിച്ച് പുതിയ MLA മാരാകുമ്പോൾ കൂടെ വരുന്ന കുറച്ച് കൂടുതൽ വിസിറ്റേഴ്സൊക്കെ ഉണ്ടാകും. അവരെ നേരെ കൂടെ കയറിപ്പോരും. നമുക്കത് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. അവർക്കും തടയാൻ പറ്റില്ല, നമുക്കും തടയാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് അവരൊരു ഉത്സവ പ്രതീതിയോടുകൂടി തിരുവനന്തപുരം കാണാം, MLA കാണാം, സഭയും കാണാം. അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ച സാരി ഉണ്ടായത്. അടുത്ത സഭ നിശ്ചയമായിട്ടും ഇതിനകത്ത് കുറച്ചുകൂടി പ്രായോഗികമായ നിയന്ത്രണം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രായോഗികമായ നിയന്ത്രണം ഉണ്ടാകും. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകനായ R. ശ്രീജിത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ബജറ്റും ധനകാര്യ അജണ്ടകളും പാസ്സാക്കി 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പിരിഞ്ഞു. സഭാ സമ്മേളനത്തിലുടനീളം കണ്ട ഒരു പ്രശ്നം അനിയന്ത്രിതമായ തിരക്കായിരുന്നു. സഭയുടെ ഇടനാഴികളിലും ലിഫ്റ്റിലും മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിലും എല്ലാം തിരക്കോട് തിരക്ക്. പൂഴി നുള്ളിയിട്ടാൽ താഴാത്തത്ര പുരുഷാരം എന്നൊക്കെ പറയുന്നത് പോലെ ആളെ മുട്ടിയിട്ട് നടക്കാൻ പാടില്ല. കോഫി ഹൗസിലും കഫ്റ്റേരിയയിലും ഒക്കെ അതിനേക്കാൾ തിരക്ക്. കഫ്റ്റേരിയയിൽ ചായ കിട്ടണമെങ്കിൽ സ്പീക്കറുടെ കത്ത് വേണമെന്ന അവസ്ഥയിലായിരുന്നു. കല്യാണ വീട്ടിലും പാലുകാച്ചൽ നടക്കുന്ന വീട്ടിലും ഒക്കെ കാണുന്ന ഒരു പ്രതീതി. 10 കൊല്ലത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം കിട്ടിയ ഭരണം UDF മന്ത്രിമാരും MLA മാരും പ്രവർത്തകരുമെല്ലാം മതിമറന്ന് ആസ്വദിക്കുകയാണെന്ന് വ്യക്തം. വിശാലമായ നിയമസഭാ വളപ്പ് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഭരണത്തിന്റെ പുതുക്കം മാറി തുടങ്ങിയതോടെ മന്ത്രിമാരും MLA മാരും എല്ലാം തിരക്കിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തുടങ്ങി. വനമന്ത്രി ഷിബു ബേബി ജോൺ ഇത് തുറന്നു പറയുകയും ചെയ്തു. തിരക്ക് മൂലം ഇന്നലെ വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കോറിഡോർ ജനനിബിഡമായിരുന്നു എന്നാണ് ഷിബു സഭയിൽ ഉന്നയിച്ച പരാതി. തിരക്ക് മൂലമുള്ള ബുദ്ധിമുട്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അത് നിയന്ത്രിക്കുന്നതിനുള്ള പരിമിതി വ്യക്തമാക്കുന്നതായിരുന്നു സ്പീക്കറുടെ മറുപടി. 10 വർഷത്തിന് ശേഷം പ്രവർത്തകർക്ക് കിട്ടിയ ആദ്യ അവസരമാണ്. ആര് വിചാരിച്ചാലും അത് നിയന്ത്രിക്കാൻ കഴിയില്ല. പുതിയ MLA മാരുടെ കൂടെ കുറച്ച് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അവരെയൊന്നും തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. ഉത്സവ പ്രതീതിയോട് കൂടിയാണ് അവർ വരുന്നത്. തിരുവനന്തപുരം കാണാം, MLA കാണാം, സഭയും കാണാം. ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് കൂടിയാണ് ആ തിരക്കുണ്ടായത്. പ്രായോഗികമായ നിയന്ത്രണം അടുത്ത സഭയിൽ കൊണ്ടുവരും. ഇതായിരുന്നു സ്പീക്കറുടെ മറുപടി. തിരക്ക് കൊണ്ട് ആകെ പ്രയോജനം കോഫി ഹൗസിനും കഫ്റ്റേരിയയ്ക്കുമാണ്. കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇതിനിടെ ആരും അണ്ണൻ തരുമെന്ന് പറഞ്ഞ് കാശ് കൊടുക്കാതെ മുങ്ങാതിരുന്നാൽ മതിയായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്.